പാറത്തുള വഴി വെള്ളം ഓടി വാ. നല്ല രസമാ കാണാൻ. ഓയ്, ദാ അത് കണ്ടോ? മഴ പെയ്തപ്പോ മുകളിലെ കുഴിയിൽ വെള്ളം നിറഞ്ഞു. അതാ തുളയിലൂടെ വരുന്നത്. ഇവിടെ നിന്ന് കുളിക്കാൻ നല്ല രസമാ അല്ലേ? അതെ, ആദ്യം ഞാൻ കുളിക്കാം. വേണ്ട വേണ്ട, ആദ്യം ഞാനല്ല ഐഡിയ പറഞ്ഞത്. ഞാനല്ലേ ഈ സ്ഥലം കാണിച്ചു തന്നത്. ആദ്യം ഞാൻ. ഞാൻ വെള്ളം അധിക നേരം ഉണ്ടാവില്ല. ഞാൻ ആദ്യം കുളിക്കും. പറ്റില്ല, ഞാൻ ആദ്യം കുളിക്കും. അമ്പട, അത്രയ്ക്കായോ? നിന്നെ ഞാൻ തല്ലും. എങ്കിൽ ഞാനും തല്ലും. പട്ടേ, അയ്യോ, ഒമ്മോ, പട്ടേ. എന്താ പ്രശ്നം? ഓർത്തുളയിലെ വെള്ളത്തിൽ എനിക്ക് ആദ്യം കുളിക്കണം. പറ്റില്ല, ഞാൻ ആദ്യം. അതിനാണോ വഴക്ക്? ഒരുമിച്ച് കുളിച്ചാൽ പോരെ? ഒരാൾക്ക് ഒരു സമയം കുളിക്കാൻ പറ്റൂ. ഒരു തുളയല്ലേ ഉള്ളൂ. അതെങ്ങനെ? ഇതൊന്ന് ഓടിക്കട്ടെ. അല്പം ചെറുതാക്കണം. തുളയുടെ വലിപ്പത്തിൽ. ഇനി ഈ തുളയിൽ വീഴുക. ഇതാ വെള്ളം രണ്ട് വഴിക്കായി. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ വെള്ളം തീരുന്നത് വരെ ഞങ്ങൾ തമ്മിൽ അടിച്ചേനെ. അതെ, തമ്മിലടിച്ച വടി കൊണ്ട് തർക്കം തീർത്തു. തടി കുറയ്ക്കാൻ ദിവസം കുറെ നേരം ഓടണമെന്നാ വൈദ്യർ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഓടാൻ എനിക്ക് ഭയങ്കര മടി. മടി മാറ്റാൻ എന്തെങ്കിലും സൂത്രമുണ്ടോ? അതാണ് എന്റെ പ്രശ്നം. ചെയ്യാതെ നിവർത്തിയില്ല എന്ന് വന്നാലേ ചെയ്യൂ. ഓടാതെ വേറെ വഴിയില്ല എന്ന സ്ഥിതി വരുത്തണം. പറ്റുമോ? അതിന് വഴിയുണ്ട്. ഒരു തൊപ്പി വെച്ചാൽ മതി. തൊപ്പിയോ? അതെ, ഞങ്ങൾ കൊണ്ടുവരാം. ഇതാ ഈ ഇലത്തൊപ്പി വെച്ചോളൂ. അയ്യോ, മുതുകു ചൊറിയുന്നേ. ചൊറിച്ചിൽ മാറാൻ ഓടിയാൽ മതി. ശരിയാണല്ലോ, ഓടുമ്പോൾ ചൊറിച്ചിലില്ല. ഒന്ന് നിന്ന് നോക്കാം. അമ്മോ, നിന്നപ്പോ പിന്നെയും ചൊറിയുന്നു. ഇതെന്ത് വിദ്യ? എല്ലാം തൊപ്പിയിൽ തൂങ്ങി നിൽക്കുന്ന ആ ഇലയുടെ വിദ്യ. ദേഹത്തു തൊട്ടാൽ ചൊറിച്ചിൽ വരുന്ന ഇലയാ. ദേഹത്തു തൊടുന്ന നേരത്ത് മാത്രമേ ചൊറിയൂ. ഓടുമ്പോൾ ഇല പിന്നാക്കം പറന്ന് വായുവിൽ നിൽക്കും. അപ്പോൾ ചൊറിയില്ല. എന്നാൽ ഇല വന്ന് മുതുകത്ത് മുട്ടും. അന്നേരം ചൊറിയും. ഓഹോ, ഉഗ്രം വിദ്യ.